ഊട്ടിയിലേക്ക് ട്രിപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിക്കുന്നത് എന്താ? അതെ, ആ ടോയ് ട്രെയിൻ. അത് തന്നെ. വൈകിട്ട് എത്തിയതുകൊണ്ട് തന്നെ അവസാനത്തെ ട്രെയിൻ പോയതുകൊണ്ട് നമുക്ക് ട്രെയിൻ കിട്ടിയില്ല. പിറ്റേന്ന് രാവിലെ 7:45 ട്രെയിനിന് ഞാൻ 6:30 ക്യൂ നിന്ന് എന്തോ കഷ്ടകാലത്തിന്, കഷ്ടകാലമല്ല, എന്തോ നല്ല കാലത്തിന് ടിക്കറ്റ് കിട്ടി. 7:45 ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ 10:40, 12:35, 4 മണിക്ക്, അങ്ങനെ 4 ടൈം ഷെഡ്യൂൾ ആയിട്ടാണ് ഇവിടെ നിന്ന് കൂനൂരിൽ നിന്ന് ഉദകമണ്ഡലത്തിലേക്ക് ട്രെയിൻ ഉള്ളത്. ഇതേ ട്രെയിനുകൾ തന്നെ ഉദകമണ്ഡലത്തിൽ നിന്നും ഉണ്ട്, പക്ഷെ അവിടെ നല്ല തിരക്കായിരിക്കും. കാര്യം ഊട്ടിയാണ് എല്ലാവരും സ്റ്റേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ പ്രൈം ടൗൺ. കൂനൂരൊന്നും അധികം ആൾക്കാരും സ്റ്റേ ചെയ്യാറില്ല. അതുകൊണ്ട് കൂനൂരിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ. നമുക്ക് 2 ടിക്കറ്റുകളാണ് വരുന്നത്. ഒന്ന് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്, അത് 290 രൂപയായിരിക്കും. സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിന് 80 രൂപയായിരിക്കും. ആദ്യം തന്നെ ഈ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എല്ലാം ആൾക്കാർ കൊണ്ടുപോകും. പിന്നെ നമുക്ക് കിട്ടുന്ന ആ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾ മാത്രമായിരിക്കും. കൂനൂരിൽ നിന്നും ഉദകമണ്ഡലത്തിലേക്ക് ഏകദേശം 19 കിലോമീറ്റർ ഉണ്ട്. അതായത് 1 മണിക്കൂറും 15 മിനിറ്റും എടുക്കും ഊട്ടിയിലെത്താൻ. നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ കൊണ്ടാണ് പോയത്. തിരിച്ചും ഊട്ടിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വരണം എന്നുള്ള രീതിക്ക്. പക്ഷേ അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ നമുക്ക് മതിയായി. അതുകൊണ്ട് നമ്മൾ തിരിച്ചൊരു സാഹസത്തിന് മുതിർന്നില്ല. കൂനൂര് കഴിഞ്ഞാൽ പിന്നെ വെല്ലിംഗ്ടൺ, അറവങ്കാട്, കെറ്റി, ലൗഡേല്, ഊട്ടി, ഇത്രയും സ്റ്റേഷനുകളാണ് ഉള്ളത്. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ചെറിയ ചെറിയ കാടുകളും അരുവികളും ഇതേപോലുള്ള ടണൽസും ഒക്കെ കാണാം. ആ കണ്ടുപോകുന്ന ഒരു ട്രെയിൻ യാത്ര എന്നുള്ളതാണ് ഈ പറയുന്ന നീലഗിരി മൗണ്ടൈനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ ഏകദേശം 9 മണിയായപ്പോഴത്തേക്ക് നമ്മൾ ഉദകമണ്ഡലത്ത് എത്തി. അവിടെ എത്തിയപ്പോഴാണ് എന്തൊരു തിരക്കാരെന്ന് അറിയും. എനിക്ക് തോന്നുന്നു കൂനൂര് ഉള്ളതിന്റെ 10 മടങ്ങ് തിരക്കാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ഈ വരുന്ന ആൾക്കാർ എല്ലാവരും ഈ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളവരാണ്. അവിടുത്തെ തിരിച്ചുള്ള ട്രെയിൻ, അതായത് 10:40 ട്രെയിനിന്റെ ക്യൂ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡ് കയറി കണ്ടുപിടിച്ചു. അവിടെ നിന്ന് കൂനൂര് സ്റ്റേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. നേരെ ബസ്സിലേക്ക്. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ.